ഹായ് ഓൾ, എൻ്റെ പേര് ജോയൽ. ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനൊരു CMA ഫൈനലിസ്റ്റാണ്. ആൻഡ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാഗർ സിന്ധു ക്ലാസ്സസിൽ ഓഡിറ്റിംഗ്, ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഞാനാണിപ്പോൾ ടീച്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മക്കളെ ഓൾറെഡി നമ്മുടെ കുറച്ച് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും FM-ൻ്റെ അല്ലെങ്കിൽ BDയുടെ എന്തെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേപ്പേഴ്സ് ഗ്രൂപ്പ് 1 ആയിക്കോട്ടെ, ഗ്രൂപ്പ് 2 ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ബേസിസിലോ അതല്ല ഗ്രൂപ്പ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ആ ക്ലാസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻ്റർമീഡിയറ്റിൽ നമ്മുടെ FM-ൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിനകത്തുനിന്ന് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എങ്ങനെ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മളെങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ ഈസി ആയിട്ട് നമുക്കതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് അതിന് മുന്നേ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ടോപ്പിക്സിന് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അനുസരിച്ചിട്ട് എന്താണ് നമുക്ക് അതിൻ്റെ വീഡിയോസ് നമുക്ക് ഇതുപോലെ യൂട്യൂബിൽ ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? നമുക്കെന്നാൽ തുടങ്ങാം. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിന് മുന്നേ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഒരു ഇൻവെസ്റ്റർ അയാളുടെ പൈസ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. ഓക്കെ, കമ്പനി ഈ പൈസ ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ ഇൻ റിട്ടേൺ കമ്പനി ഇൻവെസ്റ്ററിന് എന്തെങ്കിലും ഒരു തുക തിരിച്ചു കൊടുക്കണമല്ലോ. ആ കൊടുക്കുന്ന റിട്ടേൺ, ആ ഇൻവെസ്റ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതിന് പറയുന്ന പേരാണെന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ഇൻകവും. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇത് കോസ്റ്റുമാണ്. കമ്പനിയുടെ കയ്യിൽ നിന്ന് ചിലവായി പോകല്ലേ. ഒരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി കുറച്ച് പൈസ വാങ്ങുമ്പോൾ ഇൻ റിട്ടേൺ എന്താണ്? കമ്പനി കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഷെയർസ് ആണെങ്കിൽ എന്താണ്? ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഇക്വിറ്റി ആണെങ്കിലും പ്രിഫറൻസ് ആണെങ്കിലും എന്താണ്? ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. പിന്നെ എന്താണ്? ഈ ഷെയർസിൻ്റെ മുകളിൽ എന്താണ്? ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരും. അപ്പോൾ ഈ ഷെയർസ് വിൽക്കുന്ന സമയത്ത് എന്താണ്? ആ അപ്രിസിയേഷൻ എമൗണ്ട് എന്താണ്? തിരിച്ചു കൊടുക്കേണ്ടി വരും. ഡിബഞ്ചർ ആണെങ്കിലോ ഇയർലി ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? അതേപോലെ തന്നെ എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടി വരും. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ്? കമ്പനിക്ക് അതൊരു കോസ്റ്റായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ബേസിസിൽ നമ്മൾ ഇതിനെ എന്തൊക്കെയായിട്ട് പറയും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്നുള്ളത് അതിനെ നമ്മൾ എന്തായിട്ടാണ് വിളിക്കുന്നത്? KE. ഓക്കെ, നമ്മൾ അതിനെ എങ്ങനെയൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളത് നമ്മളൊരു 4-5 മെത്തേഡ്സ് ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഉള്ളത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് KP അല്ലേ? അത് തന്നെ റിഡീമബിൾ ഉണ്ട്, ഇറിഡീമബിൾ ഉണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ്, അതും എന്താണ്? റിഡീമബിൾ ഉണ്ട്, ഇറിഡീമബിൾ ഉണ്ട്. ഇതിനൊക്കെ ഫോർമുലാസും അതെങ്ങനെ വന്നു അതിൻ്റെ ലോജിക്ക് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പിന്നെയുള്ള എന്താ? KR, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലേ? നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇക്വിറ്റി പാർട്ട് കാണും, റീറ്റെയിൻ ഏർണിങ്സ് കാണും, പ്രിഫറൻസ് കാണും, പിന്നെ എന്താണ്? നമ്മുടെ ഡെറ്റ് കാണും അല്ലേ? ഇത് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓവറോൾ ബേസിസ് ഒരു കമ്പനിക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് പറയുന്ന പേരാണെന്ത്? KO. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് KO. ഓക്കെ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് വേണം നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അത്രയേ ഉള്ളൂ. എന്ത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ സിമ്പിൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് നമ്മളിതിനെ സിമ്പിൾ ആവറേജ് അല്ല, നമ്മളിത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്? വെയ്റ്റഡ് ആവറേജ് ആണ്. ഓക്കെ, നമ്മൾ വെയ്റ്റ്സ്, അതായത് ഓരോരോ ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷനിലാണ് എന്ത്? നമ്മൾ വെയ്റ്റ്സ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും എന്ത്? നമ്മൾ KO കണ്ടുപിടിക്കുന്നത്. അതും എങ്ങനെയാണെന്ന് നമുക്കൊരു പ്രോബ്ലം ഒക്കെ വെച്ച് നമുക്ക് പറയാം. മക്കളെ, ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു സ്റ്റെപ്സ് ടേക്കൺ ഫോർ കാൽക്കുലേഷൻ ഓഫ് WACC. എന്തുവാണ്? കമ്പ്യൂട്ട് ദ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ മക്കളെ? ഓരോന്ന് നമ്മൾ ഇൻഡിവിജ്വൽ ബേസിസിൽ കമ്പ്യൂട്ട് ചെയ്യുക. അതായത് എന്തൊക്കെയാണ് നോക്കിക്കേ? KE, KR,
KP ആൻഡ് KD. ഇൻഡിവിജ്വൽ ബേസിസിൽ ഇതിനെല്ലാം നമ്മൾ എന്താണ് കമ്പ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സ്റ്റെപ്പ് 2 എന്താ? കാൽക്കുലേറ്റ് ദ പ്രപ്പോർഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ടു ദ ടോട്ടൽ ക്യാപിറ്റൽ. അതായത് വെയിറ്റ് കമ്പ്യൂട്ട് ചെയ്യുക. തേർഡ് വൺ എന്താണ്? നമ്മൾ ഇതിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സ്റ്റെപ്പ് 1 ഫിഗറിനെ സ്റ്റെപ്പ് 2 ഫിഗറിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടും. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിംപ്ലി പറയാനാണെങ്കിൽ നമുക്ക് എന്താണ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റെപ്പ്. ഇനി ഈ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് തന്നെ 2 മെത്തേഡാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് വൺ ബുക്ക് വാല്യൂ ഓഫ് വെയ്റ്റ്സ്, സെക്കൻഡ് വൺ മാർക്കറ്റ് വാല്യൂ ഓഫ് വെയ്റ്റ്. ഓക്കെ, തേർഡ് വൺ മാർജിനൽ വാല്യൂ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, സോ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്? ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, ആ 2 മെത്തേഡ്സ് ആണ്. അപ്പം എന്താണ് ബുക്ക് വാല്യൂ, എന്താണ് മാർക്കറ്റ് വാല്യൂ നമുക്ക് നോക്കാം. ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി വെയ്റ്റ്സിനെ എടുക്കുന്ന നമ്മുടെ ബുക്സിൽ ഉള്ള ഫിഗേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ ട്രേഡിംഗ് P&L എല്ലാം ഉള്ള ഫിഗേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉള്ള ഫിഗേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ വെയ്റ്റ്സ് കണ്ടുപിടിക്കുന്നത്. അത്രയേ ഉള്ളൂ ബുക്ക് വാല്യൂ മെത്തേഡ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? മാർക്കറ്റ് വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യും. സോ നമ്മുടെ ഒരു ഫേമിൻ്റെ ഇപ്പോഴത്തെ ഷെയറിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ ഒക്കെ മാർക്കറ്റിലുള്ള വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ ടോട്ടൽ എടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷനിലായിരിക്കും നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് വെയിറ്റ് മെത്തേഡ്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, അപ്പം ഇതിൽ ഏത് മെത്തേഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു മെത്തേഡ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് വാല്യൂ നോക്കുക, മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ നോക്കുക. ഓക്കെ, ഇനിയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അതിൽ പക്ഷേ അസംഷൻ എഴുതണം. ഓക്കെ, അത് ബുക്ക് വാല്യൂ ആണോ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിസിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള അസംഷൻ നിങ്ങൾ എന്താണ് വർക്കിംഗ് നോട്ടിൽ നിങ്ങൾ എഴുതി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇതിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ പ്രാക്ടീസ് അത് എപ്പോഴും മാർക്കറ്റ് വാല്യൂ മെത്തേഡ് ആയിരിക്കും. കാരണം മാർക്കറ്റ് വാല്യൂ ആണ് നിലവിലൊരു സ്ഥാപനത്തിൻ്റെ ശരിക്കുമുള്ള ഫിഗറിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്താണ്? മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഏതായിരിക്കും? മാർക്കറ്റ് വാല്യൂ മെത്തേഡ് ആയിരിക്കും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മൾ അതിൻ്റെ തിയററ്റിക്കൽ പാർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഇലിസ്ട്രേഷൻ നമ്പർ 26 പേജ് നമ്പർ 277. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഒരു WSHയുടെ ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇലിസ്ട്രേഷൻ 26. ഓക്കെ, നമ്മുടെ ഒരു മെത്തേഡ് വെച്ച് ഞാൻ ക്ലാസ്സിൽ എങ്ങനെ മക്കളെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം എടുത്ത് എഴുതണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് മക്കളെ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 lakh ഷെയർസ്, 10 ലക്ഷം ഷെയർസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ടോട്ടൽ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് 100. ഓക്കെ, അപ്പം മക്കളെ നമുക്ക് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്ര ആയിരിക്കും മക്കളെ? നോക്കിക്കേ, 100 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു എന്താണ്? 10 ആയിരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 lakh ഡിവൈഡഡ് ബൈ 10 lakh എത്രയായിരിക്കും മക്കളെ? 10 rupees 10 ആയിരിക്കും നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സെക്കൻഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 10,000 ഷെയർസ്. ഓക്കെ, 10,000 ഷെയർസ്. ഇവിടെ 10 lakh ഉണ്ട് അല്ലേ മക്കളെ? നോക്കിക്കേ, 10 lakh 1 2 ഡിവൈഡഡ് ബൈ 10,000. ഓക്കെ, 0 വെട്ടിപ്പോയി, അടുത്ത 0 വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഫേസ് വാല്യൂ എത്ര മക്കളെ? അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 നമുക്ക് കണ്ടുപിടിച്ചു. റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മുടെ റിസർവ്സിൽ നിന്ന് മാറ്റിയിട്ട ഫിഗർ ആണ് 120, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 14% ഡിബഞ്ചേഴ്സ് 70,000 ഡിബഞ്ചേഴ്സ് 70 lakh. അപ്പോൾ 70 lakh അല്ലേ? ഡിവൈഡഡ് ബൈ 70,000
40 അല്ലേ? ഓക്കെ. നമ്മുടെ ഫേസ് വാല്യൂ എത്രയാണ്? 700. സോറി 100. 7 വെട്ടിപ്പോവും. ഫേസ് വാല്യൂ നമ്മുടെ 100 ആയിരിക്കും അല്ലേ മക്കളെ? ഓക്കെ. ടേം ലോൺ 14%, അത് 100 ആണ്. ഓക്കെ. ഫർദർ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഈസ് 25. നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ ₹2. ഇത് നെക്സ്റ്റ് ഇയർ ആകട്ടോ, അടുത്ത വർഷത്തെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ് ₹2 ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 88%. നമ്മുടെ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ് ആർ റിഡീമബിൾ ആഫ്റ്റർ 7 years at par അല്ല par ആണ്, at par, redeemable at par and currently quoted at ₹75 per share. Okay. Debentures are redeemable after 6 years at ഇതും par ആണ്, at par, and their current market quotation is ₹90 per debenture. ടാക്സ് റേറ്റും തന്നിട്ടുണ്ട് 50%. ഓക്കെ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ എന്താണ് അതുപോലെ എടുത്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് എഴുതാം. ഫസ്റ്റ് തന്നിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഡേറ്റ എഴുതുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് മക്കളെ നമ്പർ ഓഫ് ഷെയർസ്? 10 lakh അല്ലേ? 10 lakh. അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എത്രയാണ് ഇൻ ഫിഗേഴ്സ് വന്നേക്കുന്നത്? 100 lakh. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഇവിടുത്തെ ₹100 lakh അല്ലേ? അപ്പോൾ നമ്മുടെ ഫേസ് വാല്യൂ എത്രയാണ് മക്കളെ? നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ₹10. ഓക്കെ. പിന്നെ മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ 25 തന്നിട്ടുണ്ടല്ലോ. ഫേസ് വാല്യൂ ഉണ്ട്. MPS എന്തുവാ? ₹25 പെർ ഷെയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇയർ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ₹2. ഗ്രോത്ത് റേറ്റ് 8%. ഓക്കെ. അപ്പം നെക്സ്റ്റ് ഇയർ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അതെന്തുവാ മക്കളെ? നമ്മുടെ ഗോർഡൻസ് മോഡലിലെ D1 ആണ് തന്നേക്കുന്നത്. എന്താണ്? ₹2. ഓക്കെ. ആൻഡ് ഗ്രോത്ത് റേറ്റ് G എത്രയാണ് തന്നേക്കുന്നത്? 8% തന്നിട്ടുണ്ട്. ഓക്കെ. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? നമുക്ക് KE കണ്ടുപിടിക്കാനുള്ള ഡേറ്റയാണ്. KE നമുക്കിത് വെച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അവിടെ നിൽക്കട്ടെ. തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ ജസ്റ്റ് എടുത്ത് എഴുതുന്നേ ഉള്ളൂ. അടുത്തത് 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് അല്ലേ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അതിൽ തന്നെ ഫിഗേഴ്സ് എത്ര തന്നേക്കുന്നത്? 10 lakh അല്ലേ? ₹10 lakh. ഓക്കെ. നമ്മുടെ ഡിവിഡൻഡ് റേറ്റ്, പ്രിഫറൻസ് ഡിവിഡൻഡ് റേറ്റ് എത്രയാണ്? 12% അല്ലേ തന്നേക്കുന്നത്? 12%. ഓക്കെ. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമ്പർ ഓഫ് ഷെയർസ് 10,000. നമ്പർ ഓഫ് ഷെയർസ് 10,000. അപ്പോൾ നമ്മൾ മുമ്പ് ഫേസ് വാല്യൂ കണ്ടുപിടിച്ചായിരുന്നല്ലോ. എത്രയാണ് മക്കളെ? 100. ₹100. ഓക്കെ. പ്രിഫറൻസ് ഷെയറിനെ സംബന്ധിച്ച് ബാക്കി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? റിഡീമബിൾ ആഫ്റ്റർ 7 years. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ N ആണ്. N എന്താണ്? 7. റിഡീമബിൾ അറ്റ് par, കറൻ്റ്ലി കോട്ടഡ് അറ്റ് ₹75. ഓക്കെ. അപ്പം കറൻ്റ്ലി കോട്ടഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ ഇപ്പോഴത്തെ നെറ്റ് പ്രൊസീഡ്സ് NP എന്ന് പറയുന്നതാണ് എന്ത്? ₹75. N എന്ന് പറയുന്നതാണ് എന്ത് മക്കളെ? 7 years. റിഡീമബിൾ അറ്റ്
അറ്റ് പാർ. അപ്പം നമ്മുടെ ആർ വി എന്നാ, ആർ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ 100 തന്നെ ആയിരിക്കും നമ്മുടെ ഫേസ് വാല്യൂ. ഓക്കെ മക്കളെ, സെറ്റല്ലേ? അതിൻ്റെ അത്രയും നമുക്ക് എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കിട്ടി, പ്രിഫറൻസിൻ്റെ കിട്ടി. അവിടെ എന്തോ കണ്ടുപിടിക്കാനുള്ളത്, KP ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങനെ ഡേറ്റ സോർട്ട് ഔട്ട് ചെയ്ത് എഴുതി വെച്ചാൽ ഗുണം എന്നാണെന്നറിയോ? ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഡേറ്റ എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജസ്റ്റ് പെറുക്കി ഇക്വേഷനിലിട്ട് കണ്ടുപിടിച്ച് പോയാൽ മതി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് റീറ്റെയിൻഡ് ഏർണിങ്സ് 120. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയാണ് മക്കളെ? ₹120 ലാക്കാണ് പറഞ്ഞേക്കുന്നത്. വേറൊന്നും കണ്ടുപിടിക്കാനില്ല. അടുത്തത് മക്കളെ നോക്കിക്കേ, ഡിബഞ്ചേഴ്സ് അല്ലേ, 14% ഡിബഞ്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണ്? ഡിബഞ്ചേഴ്സ് അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 14%. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് 70,000 തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ് മക്കളെ? 7 lakh അല്ലേ? നോക്കിക്കേ, 70 lakh. ഓക്കെ, 70 lakh. ഓക്കെ, അപ്പം നമ്മളിവിടെ അതിൻ്റെ ഫേസ് വാല്യൂ കണ്ടുപിടിച്ച് വെച്ചായിരുന്നല്ലേ? 100. ഓക്കെ, ഫേസ് വാല്യൂ എത്രയാ? 100. ആൻഡ് ഡിബഞ്ചേഴ്സിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? റിഡീമബിൾ ആഫ്റ്റർ 6 years അറ്റ് പാർ, കറണ്ട് മാർക്കറ്റ് കൊട്ടേഷൻ 90. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ₹90. ഈ ഇപ്പോഴത്തെ MPS എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് തന്നെ ആയിരിക്കും, NP. ഓക്കെ, സോ എന്താണ് ഈ MP തന്നെയാണെന്ത്? മാർക്കറ്റ് വാല്യൂ, മാർക്കറ്റ് പ്രൈസ് തന്നെയാണത് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് വരാൻ പറഞ്ഞത്. N റിഡീമബിൾ ആഫ്റ്റർ 6 years എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ? 6 years. 6 years റിഡീമബിൾ അറ്റ് പാർ. RV എത്ര മക്കളെ? അപ്പോൾ പാർ നമ്മുടെ ഫേസ് വാല്യൂ തന്നെയാണ്, ₹100. ഇവിടെ നമുക്ക് എന്തോ കണ്ടുപിടിക്കാം? KD കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ലോൺ. 14% ടേം ലോൺ എത്രയാണ്? 100 ലക്ഷം. ഇൻട്രസ്റ്റ് റേറ്റ് 14%. പിന്നെ എമൗണ്ട് എത്രയാണ്? 100 lakh. ഓക്കെ, റുപ്പീസ് ഇവിടെ ഉണ്ട്, റുപ്പീസ് കോമ. ഓക്കെ, അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ബേസിസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് KE കണ്ടുപിടിക്കാം. KE നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യമേ അതിൻ്റെ അല്ലേ ഡേറ്റ എഴുതി വെച്ചേക്കുന്നത് മക്കളെ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ MPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ മക്കളെ? ഇത് നമ്മുടെ എന്താണ്? P0. ഓക്കെ, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. നമ്മളെങ്ങനെ KE കണ്ടുപിടിക്കുന്നത്? KE നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗോർഡൻസ് മോഡൽ വെച്ചിട്ടാണെങ്കിൽ KE ഈസ് ഈക്വൽ ടു D1/P0 + G. ഇതല്ലേ നമ്മുടെ ഫോർമുല. ഓക്കെ, അതിൽ D1 ഈസ് ഈക്വൽ ടു D0 + G. അത് നമ്മൾ D0 കാൽക്കുലേറ്റർ ചെയ്യുവാണെങ്കിൽ അങ്ങനെ D0 × 1 + G. ഓക്കെ, ഇങ്ങനെയാണ് മക്കളെ നമ്മളെന്ത് D1 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് D0യും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ എന്താണ് നമ്മൾ സിംപ്ലി എന്താണ് ഡയറക്റ്റ് D1 തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളെന്താണ് ഡയറക്റ്റ് നമ്മൾ അതുപോലെ തന്നെ എടുത്ത് അങ്ങ് ഫിഗർ ഇട്ട് കൊടുത്താൽ മതി. നോക്കിയാൽ മക്കളെ, D1 എത്രയാണ്? 2. നമ്മുടെ P0 എത്രയാണ്? 25. G എത്രയാണ്? 8%. അപ്പം 2/25 + 8%.
ഓക്കെ, എങ്ങനെ മക്കളാണ് ചെയ്യുന്നത്? 2 ഡിവൈഡ് ബൈ 25 0.08 എന്ന് വരും. which is equal to 0.08 പ്ലസ് ഈ 8% നമുക്ക് പിന്നെ എന്താണ് 0.08% എന്ന് എഴുതാമല്ലോ. which is equal to 0.16 അല്ലേ, അല്ലെങ്കിൽ which is also equal to എത്രയാണ് 16%. ഇതാണ് നമ്മുടെ KE അല്ലേ മക്കളെ? നോക്കിക്കേ വേണ്ട KE 16%. നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്നാ നോക്കണം? നമുക്ക് ഇക്വിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതാണ് എടുക്കുന്നത്? KR. ഓക്കെ, KR നോർമൽ കേസിൽ എന്താണ്? സെയിം ആസ് ഇക്വിറ്റി 16% തന്നെ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, അടുത്ത മൂന്നാമത്തേത് KP പ്രിഫറൻസ്. ഓക്കെ, അപ്പം പ്രിഫറൻസ് ഇവിടെ തന്നെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? PD ഇൻറ്റു 1 പ്ലസ് DDT ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അല്ലേ, പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ബൈ 2 അല്ലേ, ആവറേജ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിൻ്റെ കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അല്ലേ. റിഡംഷൻ വാല്യൂ നമുക്കറിയാം, NP എത്ര എന്നറിയാം, N നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രൈറ്റ് അവേ ഇത് നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലേ മക്കളെ? നോക്കിക്കേ, പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ റേറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 12%. എപ്പോഴും ഫേസ് വാല്യൂവിന് മുകളിലായതുകൊണ്ട് നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് എത്രയായിരിക്കും? 100 × 12% ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ₹12. ഓക്കെ, അപ്പം PD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 പ്ലസ് RV റിഡംഷൻ വാല്യൂ റെഡീംഡ് അറ്റ് പാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 മൈനസ് നെറ്റ് പ്രൊസീഡ്സ്. ഇപ്പോഴത്തെ നെറ്റ് പ്രൊസീഡ്സ് നമ്മുടെ വാല്യൂ എത്രയായിരുന്നു? 75 അല്ലേ. N 7 ഇയേഴ്സും മൈനസ് 75 ഡിവൈഡഡ് ബൈ 7 ഹോൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് 75 ബൈ 2. സോൾവ് ചെയ്യാം മക്കളെ. 100 minus 75 by 7 plus 12 175 by 2 87.5. ഓക്കെ, നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്താണ് മക്കളെ? 0.1779 എന്ന് കിട്ടും. അതിനെ നമുക്ക് എന്താണ് 17.79 നമുക്ക് വേണേൽ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ആൻസർ നോക്കിയാലോ. 17.79 അവരതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എന്താണ് 17.8 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് റൗണ്ട് ഓഫ് ചെയ്യാം. അതിനെ നമുക്ക് എന്താണ് 17.8 എന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പെർസെൻറ്റേജ്. ഓക്കെ മക്കളെ, KP സെറ്റ്. നമുക്ക് KD തന്നെ 2 എണ്ണം ഉണ്ടല്ലേ. നാലാമത്തേത് KD തന്നെ എന്താണ്? 1 ഡിവഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിഡീമബിൾ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തുവാ? ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് RV മൈനസ് NP ഹോൾ ഡിവൈഡഡ് ബൈ N ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ബൈ 2 അല്ലേ മക്കളെ? ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ട് പിന്നെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് T 50%. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ അല്ല, നമ്മുടെ ഇതിന് രണ്ടിനും ആപ്ലിക്കബിളായിട്ട് വരുന്ന ടാക്സ് റേറ്റ് ആണ് ഈ 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ ടാക്സ് റേറ്റ് എപ്പോഴും എന്താണ്? അത് DDT ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 14%. നമ്മൾ ഫേസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എത്രയാണ്? 100. നമ്മുടെ ഇൻട്രസ്റ്റ് I എത്രയാണ് മക്കളെ? 14 വരും. അപ്പം I 14 ഇൻറ്റു 1 മൈനസ് 0.5. നമ്മുടെ ടാക്സ് റേറ്റ് 50% ആണ്, എഴുതുമ്പോൾ 0.5 പ്ലസ് റിഡീമബിൾ അറ്റ് പാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 മൈനസ് NP എത്രയാണ്? 90 ഹോൾ ഡിവൈഡ് ബൈ N 6 അല്ലേ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ 190. ഓക്കെ,
സ്റ്റെപ്പ് ഇട്ട് തന്നെ ചെയ്യാം. 100 + 90/2 ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? ഈക്വൽ ടു സോൾവ് ചെയ്തേ 100 - 90/6 190/2 95 ചെയ്യുമ്പോൾ നമുക്ക് 9.122% എന്ന് കിട്ടും. ഒന്ന് ചെക്ക് ചെയ്താലോ നമുക്ക്? by 6 190. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കേ. ആ 9.122 തന്നെയാണ് കറക്റ്റ്. കാരണം ഡിഫറൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ഫിഗറിൻ്റെയും കൂടെയാണ് ഇവരെന്ത് ഇതിൻ്റെ ടാക്സിൻ്റെ 1 - ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ് തന്നെയാണ് കറക്റ്റ്. കാരണം എപ്പോഴും ടാക്സ് ഷീൽഡ് കിട്ടുന്നത് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് കമ്പോണൻറ്റിനാണ്, അല്ലാണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു പ്രീമിയം ഓൺ റിഡംഷന് നമുക്കൊരിക്കലും ആ ഒരു ടാക്സ് ഷീൽഡ് കിട്ടത്തില്ല. സോ ഇൻട്രസ്റ്റ് കമ്പോണൻ്റാണ് എന്ത് ടാക്സ് ഷീൽഡ് കിട്ടുന്നത്. സോ നമ്മൾ 9.122 ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ത് KD ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അടുത്തത് നമുക്ക് ഡിബഞ്ചേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ലോൺ നമുക്ക് എത്രയാണ് മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനകത്ത്? ലോൺ ഇതാ ഇത്രയും ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് 100 lakh നമ്മുടെ ലോൺ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് 14% ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് സ്ട്രേറ്റ് അവേ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്തുകൂടെ? ക്യാപിറ്റൽ I ഇൻറ്റു 1 - T ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ 14 ഇൻറ്റു 1 - 0.5 ഇസ് ഈക്വൽ ടു 7%. ഡയറക്റ്റ് നമുക്കത് അപ്ലൈ ചെയ്യാം. അത്രയും വലിയ ഫിഗർ ആയതുകൊണ്ടും നമുക്ക് ഡയറക്റ്റ് ഡേറ്റ തന്നെന്താ KD 7%. ഓക്കെ, സോ അങ്ങനെ എന്താണ് നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നിൻ്റെയും എന്താണ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, KE, KR, KP, KD എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബുക്ക് വാല്യൂ മെത്തേഡ് ചെയ്യാം. ബുക്ക് വാല്യൂ മെത്തേഡ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അവിടെ വരുന്നത് ഇക്വിറ്റി, റീറ്റെയിൻഡ് ഏർണിങ്സ്, പ്രിഫറൻസ്, ഡിബഞ്ചേഴ്സ്, ലോൺ. ഓക്കെ, ഇത്ര ഐറ്റം ഉണ്ടല്ലോ. എമൗണ്ട് ബ്രാക്കറ്റിൽ റുപ്പി. ഓക്കെ, തെറ്റാതിരിക്കാൻ എപ്പോഴും അങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇക്വിറ്റി എത്രയാണ് മക്കളെ തന്നേക്കുന്നത്? 100. ഓക്കെ, ഇവിടെ ലാക്സിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഫുൾ ഫിഗർ എടുക്കുന്നതിലും ബെറ്റർ എന്താണ് ലാക്സിൽ എടുക്കുന്ന. ഓക്കെ, സോ റുപ്പി വേണ്ട, നമുക്ക് ലാക്സിൽ തന്നെ ഇട്ട് ചെയ്യാം. ലാക്സ്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ അതുപോലെ എടുത്ത് എഴുതുക. ഇതിപ്പം ബുക്ക് വാല്യൂ തന്നേക്കുന്നത്. ഇപ്പം 100, റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിൽ 120. ഓക്കെ, 100, 120. പ്രിഫറൻസ് ആണെങ്കിലോ 10, പിന്നെ 70, 100. ഓക്കെ, 10 ഡിബഞ്ചർ ആണെങ്കിൽ 70, ലോൺ ആണെങ്കിൽ 100. ഓക്കെ, ഇൻ ലാക്സ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എടുക്കണം. ടോട്ടൽ ക്യാപിറ്റൽ എത്ര? 100 + 120 + 10 + 70 + 100. ഇവിടെ നമുക്ക് കിട്ടും ടോട്ടൽ ഫിഗർ
400 lakhs. ഓക്കെ, എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ 400 lakhs കിട്ടും. അടുത്തതാണെന്ത്, നമ്മളുടെ വെയ്റ്റ്സ്, വെയ്റ്റ് കോളം. ഓക്കെ, വെയ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇക്വിറ്റിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വിറ്റിയുടെ ഫിഗറായ 100 ഡിവൈഡഡ് ബൈ ഈ ടോട്ടലായ 400. അപ്പം 100 ഡിവൈഡ് ബൈ 400 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.25 എന്ന് കിട്ടും. ഓക്കെ, അതാണെന്ത് ഇക്വിറ്റിയുടെ വെയിറ്റ്. അപ്പോൾ റീറ്റെയിൻ ഏർണിങ്സിൻ്റെയോ 120 ഡിവൈഡഡ് ബൈ 400, 0.3 എന്ന് കിട്ടും, 30. പ്രിഫറൻസ് ആണെങ്കിലോ 10 ബൈ 400, 0.025. ഡിബഞ്ചർ ആണെങ്കിലോ 70 ബൈ 400, 0.175. ലോൺ ആണെങ്കിലോ 100 ബൈ 400, 0.25. ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ 1 കിട്ടും. 1.00 ആയിരിക്കും എന്ത് നമ്മളിതിൻ്റെ വെയ്റ്റ്സിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത കോളം നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ കോളത്തിൽ നമ്മൾ എന്തോ മക്കളെ എഴുതാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിവിജ്വലി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് എഴുതണം. ഇക്വിറ്റിക്ക് നമ്മൾ എത്ര കിട്ടിയേ? KE 16, KRും വേറെ ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മളെന്താണ് 16 തന്നെ ഇട്ടാ ചെയ്തേക്കുന്നത്. 16 പിന്നെ KP ആണെങ്കിൽ 17.8, 17.8. ഡിബഞ്ചേഴ്സ് നമുക്കൊരു ആൻസറിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, 9.122, 9.12. ആൻഡ് ലോൺ നമ്മൾ എത്ര എടുത്തത്? ലോൺ എനിക്ക് തോന്നുന്നു 7% അല്ലേ, 7. ഓക്കെ, നമ്മൾ ഇൻഡിവിജ്വലി കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോട്ട് എഴുതി വെക്കുന്നു. എന്നിട്ട് അടുത്ത കോളാണ് WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിനെ നമുക്ക് വെയ്റ്റിനെ നമ്മൾ A എന്ന് വിളിക്കുന്നു, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ B എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ A × B അതായിരിക്കും. ഒന്നുമില്ല, ജസ്റ്റ് വെയ്റ്റിനെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6, അപ്പോൾ നോക്കിയേ 16 × 0.25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4. 16 × 0.3, 4.8. ഓക്കെ, അടുത്ത 17.8 × 0.025 നമുക്ക് എന്താ കിട്ടും? 0.445 കിട്ടും. ഓക്കെ, അടുത്തത് 9.12 × 0.175 നമുക്ക് എന്താ കിട്ടും? 1.596. നമ്മുടെ ടെക്സ്റ്റിലെ ആൻസറിനെക്കാളും ഇച്ചിരി വേരി ചെയ്യും, കാരണം ഈ ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് എടുത്തേക്കുന്നത്. ഒരു 1% എങ്കിലും, ഒരു 1 point something എന്തെങ്കിലും മാറും. ലോൺ ആണെങ്കിലോ 7 × 0.25 എന്തോ കിട്ടും? 1.75. ഇങ്ങനെ ഇത്രയും കിട്ടിയല്ലോ. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണം? ഇതോ എല്ലാത്തിനും കൂടെ ടോട്ടൽ എടുക്കണം. 4 + 4.8 + 0.445 + 1.596 + 1.75 നമുക്ക് കിട്ടും 12.591. ഇതിന് പറയുന്ന പേരാണെന്ത്? KO യൂസിങ് ബുക്ക് വാല്യൂ. ഓക്കെ, നമുക്ക് ചുമ്മാ വേണമെന്ന് ആൻസർ നോക്കാം. ആൻസർ എന്തായാലും സെയിം ആയിരിക്കത്തില്ല, ഡിഫറൻസ് വരും. എന്നാലും നോക്കിക്കേ, 12.439 നമുക്ക് ഡിഫറൻസ് വന്നേക്കുന്നത് എൻ്റെ മക്കളെ 12.591 പോയിൻ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ രീതിയിൽ മാത്രം എന്താണ് നിങ്ങൾ KD കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ വെയ്റ്റ്സ് ഒക്കെ നോക്കിയേ, 0.25. നമ്മുടെ KEയുടെ വെയിറ്റ് എന്തായിരുന്നു? 0.25. റീറ്റെയിൻ ഏർണിങ്സോ 0.30. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ ഇവിടെ എടുത്തേക്കുന്നത്? അതേപോലെയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എഴുതി വെച്ചേക്കുന്നത്. രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ടോട്ടൽ എടുക്കുന്നു. ഇതാണെന്ത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഇതാണെന്ത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് എന്ത്? ബുക്ക് വാല്യൂ മെത്തേഡ്. സെറ്റല്ലേ മക്കളെ?
ഓക്കെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്താണ്, നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നമ്മുടെ ഇനിയും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് മാർക്കറ്റ് വാല്യൂ മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്താണ് മാർക്കറ്റ് വാല്യൂ? ഇവിടെ ബുക്ക് വാല്യൂവിൻ്റെ കേസിൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ബുക്ക് വാല്യൂ ആണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ നമ്മളിവിടെ അഡീഷണലി നമ്മൾ കണ്ടുപിടിക്കുകയും കൂടെ വേണം. നമുക്കപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം. ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് WACC യൂസിങ് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാം? നമ്മുടെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മൾ എഴുതി വെക്കും. ഇവിടെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ആവും മാർക്കറ്റ് വാല്യൂ മെത്തേഡിൽ, അതേ ഉള്ളൂ ഡിഫറൻസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോളം ഡിക്റ്റോ സെയിം തന്നെ ആയിരിക്കും, അവിടെ ഒരു മാറ്റം വരത്തില്ല. ഈ എമൗണ്ട് കോളം വെയിറ്റ് കോളം മാറും. ഓക്കെ, നമുക്ക് എന്താണ് ഇക്വിറ്റി, ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നെടുത്തേ. ഇതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഇസ് ₹25 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് മാർക്കറ്റിൽ എത്ര ഉണ്ടെന്ന് തന്നിട്ടുണ്ട്? 10 lakh ഷെയർസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്ര ആയിരിക്കും? MV ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു MPS ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് അല്ലേ മക്കളെ? MPS എത്രയാ? ₹25 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 10 lakh അല്ലേ? ഓക്കെ, അപ്പം എത്ര കിട്ടും? 250 lakh അല്ലേ മക്കളെ? സോറി, 250 lakh അല്ലേ മക്കളെ നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഇക്വിറ്റി കമ്പോണൻറ്റ് കയറി വരും, റിസർവ്സിൻ്റെ കമ്പോണൻറ്റ് കയറി വരാം. അങ്ങനെ ഒരു അസംഷൻ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സിംപ്ലി എന്താണ്, നിങ്ങൾ മറ്റേതുപോലെ തന്നെ റിസർവ്സിൻ്റെ ബുക്ക് വാല്യൂ എടുത്ത് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ അവരെടുത്തിരിക്കുന്ന അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 കമ്പോണൻറ്റും കയറി വരുന്നു എന്നുള്ളൊരു അസംഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 250 lakhനെ നമ്മൾ സ്പ്ലിറ്റ് അടിക്കണം. ഏത് പ്രപ്പോർഷനിൽ? ബുക്ക് വാല്യൂ പ്രപ്പോർഷനിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് അടിക്കണം. അതായത് ഇതിനകത്ത് ഇക്വിറ്റി കമ്പോണൻ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് മീൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബുക്ക് വാല്യൂ പ്രപ്പോർഷനിൽ സ്പ്ലിറ്റ് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബുക്ക് വാല്യൂ എത്രയാണ്? 100ഉം 120ഉം അല്ലേ? അപ്പം 100 100ഉം 120. അപ്പോൾ ടോട്ടൽ എത്ര എടുത്താൽ നമുക്ക് കിട്ടും മക്കളെ? നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം, ഇതിനും കുളവാക്കണ്ട. ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ 100ഉം റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പ്രപ്പോർഷൻ 120 ആണെന്നുണ്ടെങ്കിൽ 220 ആയിരിക്കും നമ്മുടെ ടോട്ടൽ. അപ്പോൾ നമുക്കിതിനെ 100:120 വേണം നമ്മൾ ഏത് ടോട്ടലിലെ വന്നാലും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഈ 250 lakhനെ നമ്മൾ 100:120 പ്രപ്പോർഷനിൽ വേണം വീതിച്ചു കൊടുക്കാൻ. മനസ്സിലായോ? കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഇതിനെ നമ്മൾ വെട്ടി കളയുവാണെങ്കിൽ ഇവിടെ 0 അങ്ങ് പോവും. പിന്നെന്തോ ഉള്ളത്? 10 ഉണ്ട്, 12 ഉണ്ട്. നമുക്ക് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? 5ഉം 2നെ വെച്ച് വെട്ടിക്കളയുവാണെങ്കിൽ 6ഉം കിട്ടും. 5:6 പ്രപ്പോർഷനിൽ നമ്മളിതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 5 ഫോർ ഇക്വിറ്റി ആൻഡ് 6 ഫോർ റീറ്റെയിൻഡ് ഏർണിങ്സ്. നോക്കിക്കേ, അപ്പം 250 lakh ഞാൻ എല്ലാം എഴുതുവാന്നേ, നിങ്ങൾ എക്സാമിനൊന്നും ഇങ്ങനെ കാണിച്ചു വെക്കല്ലോ കേട്ടോ, ഫുൾ എഴുതിക്കോണം. ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 11. ഇവിടെ 250 ഇൻറ്റു 6/11 ചെയ്തേ. 250 ഇൻറ്റു 5/11 is equal to 113.8
0.636363 ഇങ്ങനെ പോകും. 250 into 6/11 136.363636 ഇങ്ങനെ പോകും. ഓക്കെ, ലാക്കാണേ, ലാക്സിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് നമുക്ക് വൃത്തിക്ക് എഴുതി വെക്കാം. നമ്മുടെ മറ്റേതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എമൗണ്ട് ഇൻ ലാക്സ് തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ വെയിറ്റ് കോളം എന്താണ്? എ ബ്രാക്കറ്റിൽ. പിന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോളം എന്താണ് മക്കളെ? ബി. ആൻഡ് WACC A ഇൻറ്റു ബി. ഇങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ചെയ്തേ. ഓക്കെ, ഇക്വിറ്റി, റീറ്റെയിൻഡ് ഏർണിങ്സ്, പിന്നെ പ്രിഫറൻസ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതുക, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നെ എഴുതിക്കോണം എക്സാമിനൊക്കെ കേട്ടോ. പ്രിഫറൻസ്, ഇക്വിറ്റി ആണെങ്കിലും പ്രിഫറൻസ് ആണെങ്കിലും എല്ലാം ഫുള്ള്. പിന്നെ ഡിബഞ്ചേഴ്സ്, ലോൺ. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മാറ്റമൊന്നുമില്ല, മറ്റേതിൻ്റെ സെയിം തന്നെ എടുത്തങ്ങ് പെറുക്കി എഴുതിക്കോ. 16 17.8 17.8. മറ്റേ നമ്മൾ 9.12 അല്ലായിരുന്നു? 9.12ഉം പിന്നെ എന്തായിരുന്നു? 7ഉം. ഓക്കെ, ഡിബഞ്ചർ 9.12 7. വെയിറ്റ് നമുക്ക് നോക്കാം. ഇവിടെ എമൗണ്ട്, ഇക്വിറ്റിയുടെ കേസിൽ നമ്മളിപ്പോൾ എമൗണ്ട് സ്പ്ലിറ്റപ്പ് കണ്ടുപിടിച്ച് വെച്ചു. എത്രയാണ്? 113.63 3 ഡെസിമൽ എടുത്തോ. റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിലോ 136.364 3 ഡെസിമലിൽ റൗണ്ട് ഓഫ് ചെയ്യുക. ഓക്കെ, അടുത്ത് പ്രിഫറൻസ്. നിലവിലത്തെ പ്രിഫറൻസിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്ര നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളിത് മാർക്കറ്റ് വാല്യൂ അല്ലേ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ എടുത്തേ മക്കളെ, അല്ലേ വേണ്ട, നമ്മൾ എഴുതിയ ഡേറ്റ മതി. ഓക്കെ, എഴുതിയ ഡേറ്റയിൽ നോക്ക്. പ്രിഫറൻസിൻ്റെ ഫേസ് വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. നിലവിലത്തെ മാർക്കറ്റ് വാല്യൂ കറണ്ട്ലി കോട്ടഡ് അറ്റ് 75 എന്ന് പറഞ്ഞിട്ടുണ്ട്. 75 നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് തന്നേക്കുന്നത്? 10,000. അപ്പം നമ്മുടെ ടോട്ടൽ എത്ര വരും മക്കളെ? 75 ഇൻറ്റു 10,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7,50,000 കിട്ടും. ഓക്കെ, അപ്പോൾ ലാക്സിൽ എഴുതാനാണെങ്കിൽ എത്ര മക്കളെ നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 ലാക്ക്. ഓക്കെ, അതാണെന്ത് നമ്മുടെ പ്രിഫറൻസ് ഷെയറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത് ഡിബഞ്ചറിൻ്റെ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഡിബഞ്ചറിൻ്റെ നിലവിലത്തെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടല്ലോ. മാർക്കറ്റ് പ്രൈസ് പെർ ഡിബഞ്ചർ എത്രയാ? ഒരു ഡിബഞ്ചറിന് 90 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, 70,000 തന്നിട്ടുണ്ട്. അപ്പം ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻറ്റു ഈ മാർക്കറ്റ് പ്രൈസ്. നമ്മുടെ 70,000 ഇൻറ്റു നമ്മുടെ 90 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 63 ലാക്ക് എന്ന് കിട്ടും. നമ്മൾ ലാക്സിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ വെയിറ്റ് എത്രയാണ് മക്കളെ ഡിബഞ്ചറിൻ്റെ? 63. ലോണിന് പിന്നെ വേറെ മാറ്റമൊന്നുമില്ല. ലോണിൽ അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഒന്നും വരത്തില്ല. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ലോണിന് വേറെ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടോ? ഇല്ല, സെയിം ആയിരിക്കും. ലോൺ വിൽ ഓൾവേസ് ബി 100. ടോട്ടൽ എടുക്കുക. ഓക്കെ മക്കളെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എന്തായാലും 250 ആയിരിക്കും. നമ്മൾ സ്പ്ലിറ്റ് അടിച്ചു. ഓക്കെ, നമുക്ക് കൂട്ടി നോക്കാം. എന്നാലും 113.636 പ്ലസ് 136.364 പ്ലസ് 7.5 പ്ലസ് 63 പ്ലസ് 100 420.5 എന്ന് കിട്ടും നമ്മുടെ ടോട്ടൽ. വെയിറ്റ് നോക്കിയേ മക്കളെ, 113.636 ഡിവൈഡഡ് ബൈ 420.5 ചെയ്യുമ്പോൾ നമുക്ക് 0.27 കിട്ടും. അടുത്ത 136.364 ഡിവൈഡഡ് ബൈ 420.5 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 0.324 കിട്ടും. 7.5 ഡിവൈഡ് ബൈ 420.5 ചെയ്താലോ 0.0178.
63 ഡിവൈഡഡ് ബൈ 420.5 നമുക്കെന്തോ കിട്ടും 0.1409 അതിനെ നമുക്ക് 1498 കിട്ടും. നമുക്കപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തോ കിട്ടും 0.15 എന്ന് കിട്ടും. ഓക്കെ. ലോൺ 100 ഡിവൈഡഡ് ബൈ 420 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും 0.238. ഓക്കെ, ചുമ്മാ ഒന്ന് കൂട്ടി നോക്കുക. നമുക്ക് എന്തായാലും 1 കിട്ടണം. ഓക്കെ, 0.27 പ്ലസ് 0.324 പ്ലസ് 0.0178. ഇവിടെ 4 ഉണ്ടല്ലേ, അപ്പോൾ നമുക്കതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എന്താണ് 0.18 എന്ന് എടുക്കാം. ഓക്കെ, 0.18 പ്ലസ് 0.15 പ്ലസ് 0.238 എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് എന്താ കിട്ടും മക്കളെ 1.00 എന്ന് തന്നെ കിട്ടും. ആക്യുറേറ്റ് 1. നമ്മൾ കറക്റ്റ് റൗണ്ട് ഓഫ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ആ വെയിറ്റ് നമുക്ക് 1 തന്നെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്യണം, സിംപ്ലി എന്താണ് A ഇൻറ്റു B 16 ഇൻറ്റു 0.27 4.32. അടുത്ത 16 ഇൻറ്റു 0.324 5.184. 17.8 ഇൻറ്റു 0.018 നമുക്ക് എന്താ കിട്ടും 0.3204 കിട്ടും. 9.12 ഇൻറ്റു 0.15 1.368 കിട്ടും. അടുത്ത 7 ഇൻറ്റു 0.238 1.666. ടോട്ടൽ എടുക്കാൻ നമുക്ക് എന്നാ കിട്ടും 12.858 കിട്ടും. ടെക്സ്റ്റിലെ ആൻസറിനെക്കാളും പോയിന്റ് ഡിഫറൻസ് വരും. കാരണം എന്താണ്, നമ്മളിവിടെ KD-യിൽ നമ്മൾ ഡിഫറൻസ് വരുത്തിയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു അല്ലേ. ടെക്സ്റ്റിലെ ആൻസർ ചുമ്മാ പേര് നോക്കിയേ. യൂസിങ് മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് 12.75 നമുക്ക് എന്തോ കിട്ടിയേക്കുന്നത് 12.85. പോയിന്റ് ഡിഫറൻസ് വരും. ദാറ്റ്സ് ഓക്കെ. നോക്കിക്കേ മക്കളെ 12.858. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ എന്താണ് WACC യൂസിങ് ബുക്ക് വാല്യൂ മെത്തേഡും WACC യൂസിങ് വെയിറ്റ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ചെയ്യുന്നത്. സെറ്റല്ലേ മക്കളെ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും വേണ്ട ടോപ്പിക്സ് അല്ലെങ്കിൽ ഡൗട്ടുള്ള ടോപ്പിക്സ് എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കതുപോലെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.